ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നേരൊക്കെ വെളുത്ത് എന്താ അണ്ടാകൊട്ടനൊക്കെ സൗണ്ട് കേട്ടില്ലേ? അപ്പം ഞാനിങ്ങനെ ഇന്നിപ്പം സ്കൂളില്ല, സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പം എല്ലാം ഇങ്ങനെ ഓരോന്നെല്ലാം ക്ലീൻ ചെയ്ത് കണ്ട് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ച് കണ്ടൊക്കെ റെഡിയാക്കി വെച്ചു. ഇതൊക്കെ ഞാൻ ഉള്ളിൽ ഇങ്ങനെ കയറ്റി വെച്ചതാട്ടോ. പിന്നെ മീൻ, അതേപോലെ നമ്മളെ ഫിഷ് അതേമാതിരി നടക്കുന്ന മീനുണ്ടല്ലോ. ഇന്നിപ്പോൾ കറണ്ടും ഇല്ല കേട്ടോ, കറണ്ട് ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഇൻവെർട്ടറിന് എടുത്തിപ്പോൾ പോകുന്നത് കറണ്ട് ഇല്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ കറണ്ട് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് ബെഡൊക്കെ ബെഡും എല്ലാം ഒന്ന് ശരിയാക്കി വെച്ചു. ബെഡൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ മാറാലകളും എല്ലാം തട്ടി കേട്ടോ, എല്ലാം തട്ടി എല്ലാ റൂമെല്ലാം ക്ലിയർ ചെയ്തു. ഇനി കുറച്ച് തുണികളുണ്ട് ഇവിടെ ഞാൻ മടക്കി വെക്കാൻ. പിന്നെ നാട്ടിൽ ഇതിന്റെ ചെറുക്കത കുഞ്ഞൻ വന്നുകാണ്ട് ഇങ്ങനെ കുഞ്ഞിനെ ഒരു പ്രാവശ്യം തിന്നാൻ കൊടുത്തു. കുഞ്ഞിനെ കൊടുത്തിട്ട് കുഞ്ഞിന്റെ കൂട്ടുകാരും കൂടി വന്നിരുന്നു കേട്ടോ. അപ്പൊ കൂട്ടുകാരും കൂടെ വന്നുകാണ്ട് കുഞ്ഞിന് ഇതൊക്കെ എല്ലാം ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെയും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എവിടേക്ക് പോകണം ആ സൈഡിൽ കൂടെയൊക്കെ കുഞ്ഞ് ഏത് റൂമിലാണെങ്കിലും എവിടേക്കാണെങ്കിലും എൻ്റെ കാലിച്ചോട്ട് കൂടെ ഇങ്ങനെ വരും. അപ്പൊ എന്നോടിപ്പോ എന്റെ മോൾ തന്നെ പറഞ്ഞു, അമ്മാനെ കാണുമ്പോൾ എന്താ കുഞ്ഞിന് കുറച്ച് കരച്ചിൽ കൊഞ്ചല് കൂടുകയാണ് എന്ന് പറഞ്ഞു. അമ്മാനെ കാണുമ്പോൾ മാത്രം കരഞ്ഞുകാണ്ട് കൊഞ്ചിയാണെന്ന് പറഞ്ഞാണ്ട്. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കാല് വെച്ച് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതായിരുന്നു കേട്ടോ. കേട്ടോ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഓളടുത്തേക്ക് നോക്കി തൊടാനൊരു എന്താ പേടിയാണോ ഓന്. ഞാൻ പിന്നെ എന്താ പറയാ, കറക്റ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ എന്താ കുഞ്ഞാ ഫുഡ് ഫുള്ള് കഴിച്ചിട്ട് ഞാനൊരിക്കേ അതുപോലെ കുറെ പക്ഷികൾ അങ്ങനെ ഇതൊക്കെ വരും. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം പക്ഷികൾക്കും അങ്ങനെ സൗണ്ട് ഇട്ടില്ല നിങ്ങൾ ഇവിടെ അതിന് ഓരോരോ സൗണ്ടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. അപ്പൊ എന്താ പറയുക, ഇവർക്കുള്ള വെള്ളം ഞാനൊരു പാത്രത്തിലൂടെ എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ എന്താക്കണേ, ഇവിടേക്ക് കുറേ പക്ഷികൾ, ഞാൻ പറഞ്ഞ കുറേ പക്ഷികൾ, അണ്ണാങ്കൊട്ടം അങ്ങനെ കുറേ ഇത് വരും. വേഴാമ്പലി, പൂത്താങ്കിരി ഒക്കെ വരും. അപ്പോൾ ഒരിക്കലും വെള്ളം ആ പൂച്ചാക്ക് ആരെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുടിക്കും. അപ്പോൾ ഞാൻ എന്നും എന്ത് ചെയ്യുന്നറിയാം, ഇവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ വെക്കും ഈ സൈഡിൽ. പിന്നെ അതേമാതിരി ഫുഡാണെങ്കിലും ഞാൻ കുറച്ച് ഇവിടെ ഇങ്ങനെ കൊടുക്കും. അതാക്കുന്ന മീനും ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് വെച്ച് കൊടുക്കാണ്. അപ്പോൾ ആരെ കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിച്ച് പോയിക്കോളും. അപ്പോൾ കണ്ടില്ല എൻ്റെ കുഞ്ഞൻ വന്നുകാണ്ട് ഞാൻ നോക്കുകയാണ്. കുഞ്ഞനെ അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ആവശ്യമുണ്ടെങ്കിൽ കുടിച്ചും പോയിക്കോളും. അങ്ങനെ ദാഹം മാറ്റിക്കോളും. ഇനിയിപ്പോൾ നമ്മുടെ ഫുഡാണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റാൽ തന്നെ ഫസ്റ്റ് ചെയ്യുന്ന സംഭവമാണിത്. നമ്മൾ ഡോറ് ഉള്ളിൽ തുറന്നതിന് ശേഷം കേട്ടോ വീട്ടിൽ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്ത്. അപ്പം ഞാൻ എവിടെ പോണേ ആ പോണ സ്ഥലത്തും കൂടെ ഒക്കെ ഇങ്ങനെ കാഴ്ച ഇങ്ങനെ കേട്ടോ. ഇത് കുഞ്ഞനാണേ കുഞ്ഞനെ ഇങ്ങനെ വന്നുകൊണ്ട് നമ്മളെ ഞാൻ എന്താ ചെയ്തത്, അവിടെ ഇങ്ങനെ മുട്ടി ഒരുങ്ങി അവരങ്ങനെ പോകും. അപ്പോൾ കേട്ടോ എങ്ങനെയാണ് ഞാൻ എവിടെയാണ് ആ സൈഡിൽ എങ്ങനെ വന്നു നോക്കിക്കാണ്ട് ഇങ്ങനെ കഴിക്കടാ. ഇന്നലെ ഇപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ ഏകദേശം പഴുത്ത തന്നെ ഒരു മൂപ്പായിട്ടുള്ളത് നമ്മൾ പറിക്കണം, അല്ലെങ്കിൽ ഈ വവ്വാല് ആവലുകളൊക്കെ വന്നാൽ നമുക്ക് കിട്ടൂല. അപ്പം നമ്മൾ നല്ല ഒരു ഏകദേശം ആയത് ഞാനിങ്ങനെ നോക്കിങ്ങാണ്ട് പറിച്ചെടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ഇതൊന്ന് കാത്തി പിടിച്ചിട്ട് വേണം ഇതിനൊന്ന് പറിക്കാൻ. ഇത് ഏതാ ആയത് അങ്ങനെയൊന്നും എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയാം. ഷാജിയാണെങ്കിൽ ഷാജിക്ക് അറിയാം. അപ്പോൾ എന്തായാലും കിളി കൊത്തിങ്ങാണ്ടേ പോവാണ്. നേരത്തെ കസിലറിയ ഈ ഇവിടെ കണ്ടിട്ട് ഇത് ഇനി ഞാൻ മെല്ലെ പോവാണ് കേട്ടോ. വരുന്നുണ്ടോ കുഞ്ഞൻ വരുന്നുണ്ടോ എന്നൊക്കെ കാണാട്ടോ. ഞാൻ മെല്ലെ പോവാട്ടോ. അപ്പം എൻ്റെ കൂടെ വരുന്നത് കേട്ടോ. ഞാനെങ്ങനെ നടക്കുന്നത് എവിടെ സ്ഥലത്തിന് ആ സ്ഥലത്ത് വരെ എല്ലാം തിരിഞ്ഞാലും അറിയാം. പിന്നെ കരഞ്ഞ് അങ്ങനെ ഞാൻ മെല്ലെ പോവാട്ടോ. ഫ്രണ്ടിക്ക് പോകണേ, മെല്ലെ പോവാട്ടോ. ഇന്ന് റൈസ് കുക്കറിലാട്ടോ. അടുപ്പിലെല്ലാം വിറകടുപ്പിലെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ റൈസ് കുക്കറിൽ ഇടുകയാണ് കേട്ടോ. മാമുണ്ടാക്കട്ടെടാ കുഞ്ഞാ, മാമുണ്ടാക്കുകയാണേ റൈസ്
കുക്കറിൽ ചോറിടണമെന്ന് ഞാൻ അടുപ്പിലൊന്നും തീ ഇട്ടിട്ടില്ല. ഇന്ന് സ്കൂളില്ല, സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പൊ നമ്മൾ കുറച്ചു നേരം സുബിയൊക്കെ നിസ്കരിച്ച് കുറച്ചു നേരം കിടന്നുകാണ്ട് നമ്മള് എണീക്കണത്. ഫ്രീ ഒരു രാവിലെ തന്നെ എല്ലാ ഫുഡും 7:30 ആകുമ്പോഴത്തേന് നമ്മളെല്ലാ ഫുഡും റെഡി ആവും. എല്ലാം ഉച്ചക്കുള്ള ലഞ്ച് വരെ റെഡിയാക്കും. അപ്പൊ ഇന്ന് നമ്മളെല്ലാം സ്ലോ ആയിട്ടാണ് പോണത്. അപ്പൊ ഇതാക്കണേ കൂടെ ഇതാക്കണേ കുക്കുംബറൊക്കെ റെഡിയാക്കി കഴിക്കാൻ വേണ്ടിട്ടേ. ഇത് വെട്ടിയിട്ടില്ലേ? അപ്പൊ അതിക്ക് നാരങ്ങയൊക്കെ ലെമണൊക്കെ ഒഴിച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ. കുക്കുംബറൊക്കെ ഭയങ്കര ഇഷ്ടമാണോ. ഇങ്ങനത്തെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുക. നമ്മൾ ഈ മുട്ട അങ്ങനത്തെ ഒന്നും പറ്റില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉഷാറാക്കി കഴിക്കും. ഇതെന്താടി ഇതിക്കിടണേ? ഉപ്പോ? ഞങ്ങൾ രണ്ടാളേ ഇത് കണ്ടോ കഞ്ഞി കുടിക്കാൻ പറഞ്ഞിട്ടേ കമ്പ്യൂട്ടറിൽ സിനിമ കിട്ടി. സ്കൂളില്ലാത്തതുകൊണ്ട് സിനിമ കാണാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ നോക്കില്ല ഒരു അടിപൊളി കഞ്ഞി സ്കൂളില്ലാത്ത ദിവസം നടക്കുന്ന കഞ്ഞി ഉണ്ടല്ലോ, കഞ്ഞി കുടിപ്പിക്കും ഞാൻ. അപ്പോഴല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഓടി വാ. സ്കൂളൊന്നും ഇല്ലാന്നുണ്ടെങ്കിലേ നല്ലൊരു കഞ്ഞി കുടിക്കണം. അത് ഞാൻ എങ്ങനെയല്ലോ കഞ്ഞി കൊടുക്കും ഞാൻ. എന്തായാലും നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, മന്തി. ഇനിയിപ്പോൾ മീനാട്ടെ, മീൻ കഴിക്കൂല. മീനൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് കഴിക്ക് മീനൊക്കെ കഴിക്കണം, കുറച്ചേലും കഴിക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അപ്പം തന്നെ അത് കഴിക്കൂല. അപ്പം ഞാൻ നോക്കെന്താ പറയുക, ഒരു അടിപൊളി കഞ്ഞി റെഡിയാക്കുകയാണ്. അതിനകത്താണ് കൊച്ചുള്ളി നമുക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കൊച്ചുള്ളി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം എടുക്കാം കേട്ടോ. നമ്മളെ ഇതിനനുസരിച്ച് എടുക്കുക. കൊച്ചുള്ളി എത്ര വേണം എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് നല്ല കൊച്ചുള്ളി നല്ലതാണ്. അപ്പോൾ കൊച്ചുള്ളി പിന്നെ അതേമാതിരി തേങ്ങ കേട്ടോ. അപ്പൊ ഇതൊന്ന് ഞാൻ ഒന്ന് ചതച്ചെടുക്കട്ടെ. കൊച്ചുള്ളി ഇനിയിപ്പോൾ ചെറുതാക്കി ഇങ്ങനെ നമ്മൾ കത്തി എടുത്തുങ്ങാണ്ട് ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇതാക്കണേ ചെറിയൊരു വെളുത്തുള്ളിന്റെ കഷ്ണം കൂടി ഇട്ടിക്കണേ. അരിയണീന് പകരം ഇതാക്കണം ഇങ്ങനെ കുത്തി ചതച്ചിങ്ങാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അരിഞ്ഞുകാണ്ട് ഇടുകയാണെങ്കിൽ ഇങ്ങനെ കടിച്ച് കഴിക്കുക. ഇതൊന്നും ചെറുതായിട്ട് കഴിക്കാനുണ്ടാവുന്ന, പക്ഷെ അതിന്റെ ഫ്ലേവറൊക്കെ ഒന്നായിട്ട് ഇങ്ങോട്ട് കഞ്ഞിയിലും ഇങ്ങോട്ട് നമ്മൾ കുത്തി ചതക്കുമ്പോൾ അതിനനുസരിച്ച് അതാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് ചതക്കുകയാണ്. പിന്നെ കല്ലുപ്പും ഉണ്ട് അതിന്റെ ഇതിൽ ഞാൻ ഇട്ടും കേട്ടോ ഈ കഞ്ഞിക്ക് ആവശ്യം. ഇനി നമുക്ക് ഇതാക്കണേ ഈ ചതച്ച് വെച്ച ഉള്ളി ഇതൊക്കെ ഇതിൽ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് നോക്കിയും കണ്ടുകാണ്ട് എത്ര കഞ്ഞിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എത്ര അളവ് എടുക്കണം അതിനനുസരിച്ച് ഉപ്പ് എടുക്കുക കേട്ടോ. അല്ല ഉപ്പ് കൂടി എടുക്കരുത്, കൂട്ടണ്ട. അപ്പൊ ഇതിക്ക് ഇനി ഞാൻ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. തേങ്ങ പാൽ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും അത് ബെറ്ററാണ്. അപ്പൊ ഞാൻ തേങ്ങ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ കഴിച്ചോട്ടെ, കടിച്ച് കഴിക്കാൻ കഴിയുമല്ലോ. അപ്പൊ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ ആ തേങ്ങ പാല് പിഴിഞ്ഞാൽ ഫീൽ തന്നെയല്ലേ വന്ന്. നാരങ്ങ ഇതാക്കത്, ലെമൺ ജ്യൂസ് എടുക്കുക, ആവശ്യത്തിനനുസരിച്ചുള്ള മുളക്, ഉപ്പ്. പിന്നെ ഇതിക്ക് ഞാൻ പറഞ്ഞില്ലേ ലെമൺ ജ്യൂസും ഉപ്പും പിന്നെ കാന്താരി മുളക് ഉണ്ടല്ലോ, അതൊരു പഴുത്ത കാന്താരി കേട്ടോ. അതും ഇങ്ങനെ എടുത്തിട്ട് ഈ കഞ്ഞിന്റെ കൂടെ ഉണ്ടല്ലോ ഇത് തൊട്ട് കൂട്ടി കുടിക്കുക. പിന്നെ ഞാൻ പറഞ്ഞേ മീൻ അച്ചാറിട്ട് വെച്ചതുണ്ട്, മീൻ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ട. കണ്ടോ മീൻ ഇടട്ടെ? കണ്ടോ മീൻ ഐറ്റങ്ങളൊന്നും പറ്റൂല. മീൻ എന്ന സംഭവമേ ഇഷ്ടമല്ല. മീൻ കഴിക്കുക എന്ന് പറയാം. കഷ്ണം മീൻ ഉണ്ടല്ലോ അതിന് വേണ്ടി എന്റെ വലിയ മോൾ എങ്ങനെയാണ്, വലിയ മോളും എന്റെ ഹസ്ബൻഡ് ഷാജി എങ്ങനെ കഴിക്കുക. ഒരിക്കൽ മീനാ ഇഷ്ടം. ഒരിക്കൽ മീൻ മതി, വേറെ ബീഫോ ചിക്കനോ ഒന്നും വേണ്ട, മീൻ മതി. മീൻ കഴിക്കുമ്പോൾക്ക് മീൻ പറ്റൂല. റിമോളെ ഒന്ന് കഴിച്ചോ കഴിഞ്ഞതാ. അപ്പൊ അതാക്കണേ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? ഫുള്ള് പിന്നെ തേങ്ങ ഉണ്ട്. പിന്നെ എന്താ ഉള്ളിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ടോ? എന്താ വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നില്ലേ കഞ്ഞി? ഫുള്ള് കുടിക്കൂലേ? നോക്കാന്നല്ല, ഇത് തൊട്ട് താമസിച്ചോക്ക് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഇല്ലേ? എന്നാ ഫുള്ള് കുടിക്കും കേട്ടോ. കുറച്ചുകൂടി വെള്ളം വരണോ കഞ്ഞിയിൽ? കഞ്ഞി വെള്ളം കണ്ടോ ആള് ഇവിടെ എത്തിട്ടോ, കഞ്ഞിയും കൊണ്ട് ഇവിടെ എത്തി. വേറെ ഒന്നും കൂട്ടാനില്ലേ ചോദിക്കാണ്. കണ്ടോ ഞാനും മോളും പാടെ ഇരുന്നുകാണ്ട് ഇപ്പോൾ മൂവി കാണാം കേട്ടോ. മൂവിന്റെ പേരെന്താ പറയുക, എന്താണ് ഇടിയൻ ചന്തു അല്ലേ? ഇടിയൻ ചന്തു ആണ് മൂവി കാണുകയാണ്. ഇത് ഞങ്ങൾ കാണുക എങ്ങനെ എന്താണെന്നറിയോ, ഷാജി പറഞ്ഞ നല്ല സിനിമയാണ്, നല്ല മൂവിയാണെന്ന് കണ്ടോക്കേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് കാണുകയാണ് കേട്ടോ അത്. അപ്പൊ അതാക്കണേ നമ്മളെ ഷാജി വന്നിട്ട് അപ്പൊ നമുക്ക് നമ്മളെ അന്നാകോട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാക്കണേ കുട്ടിയാണേ ഇതാക്കണേ അവിടെ നമ്മളെ അവിടെ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് ഞാൻ എന്റെ തട്ടം കെട്ടു, ഞാനൊരു ഈ തട്ടായിട്ട് കാണ്ട് പിടിച്ചു. ഓനെ ഇന്റെ അടുത്തുനിന്ന് പോടില്ല ഓനെ. എന്നിട്ട് ഞാൻ ഇമ്മങ്ങളോട് മാത്രം കൊഞ്ചലാണ് ഇതേ.
ഇപ്പൊ ഷാജത്തിക്കടെ ചെറുതാടേ ഞാൻ വെള്ളം നനച്ചു കൊടുത്ത് അങ്ങനെ പറഞ്ഞ നമ്മോട് വെള്ളം ഒന്നായിട്ട് നനക്കാൻ എന്താ പറഞ്ഞേ ഞാൻ പൈപ്പിന്റെ വീട്ടിൽ വെള്ളം ഒന്നായിട്ട് നനക്കൂടെ പറഞ്ഞു കൊടുത്ത് ഞാൻ മുക്കിയിരുന്നെങ്കിൽ മുക്കിന് ഇതാണ് റിനു ഉണ്ടെങ്കിൽ റിനുവിന് പിന്നെ അത് മതിയാവും ഇവണ്ടല്ലോ ഇതാക്കി എന്റെ കുഞ്ഞുണ്ടല്ലോ എന്റെ അണ്ണാൻകുട്ടിനെ പിന്നാലെ ഞാൻ അതിന് മാറ്റി വെച്ച് ഞാൻ നടക്കണേ എന്താണ് എല്ലാരും കുഞ്ഞന്മാരൊക്കെ തുറന്നിക്കണേ അതിലിങ്ങനെ നടക്കണുണ്ട് കേട്ടോ ഞാൻ പിന്നാലെ നടക്കണേ ഞാൻ റിയനെ വിളിക്കും എന്താണ് വലിയ കുട്ടിയായിക്കണല്ലോ വലിയ കുട്ടിയായിക്കണ് റിൻതാത്താക്ക് കാണിച്ചു കൊടുക്കണം അതിന് പൂച്ച റിൻതാത്താക്ക് കാണിച്ചു കൊടുക്കണോ റിൻതാത്താന്റെ കുട്ടികളാ അടിച്ചു വാരിയാണ് അറിയോ ഇപ്പൊ രാവിലെ മോർണിംഗ് നല്ല മഞ്ഞാണ് അപ്പൊ ഇപ്പൊ ഏതാ ഈവനിങ്ങില് ഒരു 5 മണിയൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരില്ല അപ്പൊ മഞ്ഞ ഉണ്ടാവുമ്പോഴേ ആ ഒരു ബുദ്ധിമുട്ടല്ലേ ഇതാക്കണേ ഞങ്ങൾ രണ്ടാളും പാടെ കൂടി കണ്ടോ അടിച്ചു വരുന്നത് അടിച്ചു വാരി ഇങ്ങനെ ഇട്ട് കുഞ്ഞനാണ് ചൊളാണ്ടി ഇറക്കി കൊടുക്കണം വറ്റ് വല്ലാത്ത അന്നാക്കിട്ടൊന്നുമില്ല അരിയാത്ത ചെറിയ കുട്ടികളെ കടിച്ചിട്ടുണ്ടോ വെളിച്ചത്ത് കയറി അല്ലോയോ ബാബാ ബാബാ വാളിയൊക്കെ വാളിയൊക്കെ പോട് ബാബോ എന്നിട്ട് ബാബാ ഓടി വായോ ഓടി വാ ഉമ്മച്ചെടുത്തു അത് തന്നെ കുട്ടിയുടെ അടുത്തേക്ക് തന്നെ അതാ 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 വിളിച്ച കണ്ടില്ലേ കുഞ്ഞനെ അതിന്റെ വലുതാണിപ്പോ അതെയോ ഇമ്മയാണത് ഇമ്മ വെണ്ണിക്കണ് നോക്കി ഇങ്ങള് ഇനി വന്നല്ലടാ അതാ പോയി